Which of the following is not a minor instrument? Option A, hand level. Option B, clinometer. Option C, gut tracer. Option D, dumpy level. സാധാരണയായി യൂസ് ചെയ്യുന്ന ചെയിൻ സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, തിയോഡലൈറ്റ് സർവേ ഇവ കൂടാതെ ഉപയോഗിക്കാവുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് മൈനർ ഇൻസ്ട്രുമെന്റ്സ് എന്ന് വിളിക്കുക. കൊടുത്തിരിക്കുന്ന കുറച്ച് മൈനർ ഇൻസ്ട്രുമെന്റ്സ് ആണ്. മൈനർ ഇൻസ്ട്രുമെന്റ്സിലെ ഫസ്റ്റ് വൺ ഹാൻഡ് ലെവൽ. ഹാൻഡ് ലെവൽ എന്ന് പറയുന്നത് കോണ്ടൂർസ് ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ഒരു സിമ്പിൾ ഇൻസ്ട്രുമെന്റ് ആണ്. നെക്സ്റ്റ് വൺ ക്ലിനോമീറ്റർ. ക്ലിനോമീറ്റർ പ്രധാനമായും സ്ലോപ്പ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഗട്ട് ട്രേസർ. ഗട്ട് ട്രേസർ ഉപയോഗിക്കുന്നത് ഫോർ ഗ്രേഡ് സെറ്റിംഗ് ഔട്ട് ഗ്രേഡിയൻസ്. പെന്റഗ്രാഫ് ഉപയോഗിക്കുന്നത് മാപ്പിനെ റീപ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻലാർജ് ചെയ്യുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ ഇസ് പ്ലാനിമീറ്റർ. പ്ലാനിമീറ്റർ പ്രധാനമായും ഇറഗുലർ ബൗണ്ടറിക്ക് അകത്ത് വരുന്ന ഏരിയയെ മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സെക്സ്റ്റന്റ്. സെക്സ്റ്റന്റ് എന്ന് പറയുന്നത് പ്രധാനമായും ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതാണ് മൈനർ ഇൻസ്ട്രുമെന്റ്സ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ മൈനർ ഇൻസ്ട്രുമെന്റ്സിൽ പെടാത്ത ഒരാളേ ഉള്ളൂ, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി, ഡംപി ലെവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം തിക്നെസ് ഓഫ് ബ്രിക്ക് മെസൻട്രി വാൾ. ഓപ്ഷൻ എ 10 cm, ഓപ്ഷൻ ബി 20 cm, ഓപ്ഷൻ സി 15 cm, ഓപ്ഷൻ ഡി 30 cm. ഒരു ബ്രിക്ക് വാൾ കൺസ്ട്രക്ട് ചെയ്യാവുന്ന മിനിമം തിക്നെസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സാധാരണ ഒരു ബ്രിക്കിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 cm ആണ്. സോ ഒരു ബ്രിക്ക് മെസൻട്രി വാൾ കൺസ്ട്രക്ട് ചെയ്യാവുന്ന മിനിമം തിക്നെസ് എന്ന് പറയുന്നതും ഇറ്റ് ഇസ് 10 cm. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the triangular upper part of a wall formed at the end of a pitched roof is known as option A, hip, option B, gable, option C, valley, option D, ridge. പിച്ച്ഡ് റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പിംഗ് റൂഫ് തന്നെയാണ് അർത്ഥമാക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ഒരു പിച്ച്ഡ് റൂഫിന്റെ ഡിഫറെന്റ് കമ്പോണന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ കാണിച്ചിരിക്കുന്നത് ഒരു റൂഫാണ്. റൂഫിൽ ഒരു ട്രയാങ്കുലർ അപ്പർ പോർഷൻ ഉണ്ട്. ഈ ട്രയാങ്കുലർ അപ്പർ പോർഷനിലുള്ള വാളിനെ വിളിക്കുന്ന പേരാണ് ഗേബിൾ. സോ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, ഗേബിൾ ആണ്. ഇനി ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ഹിപ്പ്. ഹിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിച്ച് റൂഫ് ഇന്റർസെക്ട് ചെയ്യുന്നിടത്തുള്ള എക്സ്റ്റേണൽ ആംഗിളിനെയാണ് ഹിപ്പ് എന്ന് വിളിക്കുക. ഇനി വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിച്ച്ഡ് റൂഫ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴുള്ള ഇന്റേണൽ ആംഗിളിനെയാണ് വാലി എന്ന് വിളിക്കുക. ഇനി റിഡ്ജ് എന്ന് പറഞ്ഞാൽ പിച്ച്ഡ് റൂഫിന്റെ അപ്പെക്സ് പോയിന്റിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് വിളിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി പിച്ച്ഡ് റൂഫിന്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോർഷനെയാണ് നമ്മൾ ഈവ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ ലെവൽ സർഫസ് വിത്ത് ദ സർഫസ് ഓഫ് ഗ്രൗണ്ട്. ഓപ്ഷൻ എ, ലൈൻ ഓഫ് കോളിമേഷൻ, ഓപ്ഷൻ ബി, ഹൈറ്റ് ഓഫ് കോളിമേഷൻ, ഓപ്ഷൻ സി, കോണ്ടൂർ, ഓപ്ഷൻ ഡി, ഡേറ്റം സർഫസ്. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം, ലൈൻ ഓഫ് കോളിമേഷൻ. ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡംപി ലെവൽ എടുത്താൽ അവിടെ രണ്ട് ഗ്ലാസുകൾ ഉണ്ട്. ഒന്ന് ഒബ്ജക്ട് ഗ്ലാസും ഒന്ന് ഐ പീസും. ഒബ്ജക്ട് ഗ്ലാസിന്റെ ഐ പീസിനും ഇടയ്ക്കായിട്ട് ഒരു ഡയഫ്രം ഉണ്ടാവും. ഈ ഡയഫ്രമിനകത്ത് ക്രോസ് ഹെയർസ് ഉണ്ടാവും. സോ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഹെയർസിന്റെ ഇന്റർസെക്ഷനും ഒബ്ജക്റ്റീവ് ഗ്ലാസിന്റെ സെന്ററും തമ്മിലുള്ള ആ ഒരു ലൈനിനെയാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് വിളിക്കുക. ആ ലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുമുണ്ട്. ഇനി ഹൈറ്റ് ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റം സർഫസിൽ നിന്ന് ലൈൻ ഓഫ് കോളിമേഷന്റെ ഹൈറ്റിനെയാണ് ഹൈറ്റ് ഓഫ് കോളിമേഷൻ എന്ന് പറയുക. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് കോണ്ടൂർ. കോണ്ടൂർ എന്ന് പറഞ്ഞാൽ ഈക്വൽ എലിവേഷൻ ഉള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന കർവിനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ. ഇവിടെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരവും കോണ്ടൂർ തന്നെയാണ്. ഇനി ഡേറ്റം സർഫസ് ആണ് നാലാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ ഡേറ്റം സർഫസ് എന്ന് പറയുന്നത് ഒരു ആർബിട്രറി അസ്യൂം ആക്കിയിട്ടുള്ള ഒരു ലെവൽ സർഫസ് ആണ്. ഈ ലെവൽ സർഫസിൽ നിന്നുമായിരിക്കും നമ്മൾ എല്ലാ വെർട്ടിക്കൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
For setting out an offset of an angle of 45 degree, dash is the best suited one. Option A, open crossstaff. Option B, French crossstaff. Option C, optical square. Option D, target staff. So, ഓപ്പൺ ക്രോസ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സർവേ ലൈനിൽ നിന്ന് വേറൊരു സർവേ ലൈൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതിനെയാണ് ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓപ്പൺ ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ച് നമുക്ക് 90 ഡിഗ്രിയിൽ മാത്രമേ ഓഫ്സെറ്റ് സെറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് 90 ഡിഗ്രിയിൽ മാത്രമല്ല 45 ഡിഗ്രിയിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയുന്നതും ഒരു ചെറിയ കോമ്പാക്ട് ഇൻസ്ട്രുമെന്റ് ആണ്. ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഡബിൾ റിഫ്ലക്ഷൻ ആയിരിക്കും. സോ ടാർജറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ ലെവലിംഗ് ഇൻസ്ട്രുമെന്റിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് ലെവൽസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ 45 ഡിഗ്രി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓഫ്സെറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. Next question. Plain mild steel have a yield point of dash Newton per mm square. 140, 250, 415, 515. പ്ലെയിൻ മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ അതിന്റെ yield stress എന്ന് പറയുന്നത് 250 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആയിരിക്കും. സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ സൈഡിലേക്കുള്ള ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് വിളിക്കുക. സൂപ്പർ എലിവേഷൻ പ്രധാനമായും ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുക്കുന്ന കർവ്സിലായിരിക്കും കൊടുക്കാറുള്ളത്. അപ്പോൾ ഓരോ റോഡിനും സൂപ്പർ എലിവേഷൻ ഒരു മാക്സിമം ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിൾ IRC സ്പെസിഫൈ ചെയ്ത് പറയുന്നു, ഫോർ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെങ്കിൽ കൊടുക്കാവുന്ന മാക്സിമം സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് 7% അല്ലെങ്കിൽ 1 in 15. ഇനി ഹില്ലി ടെറൈൻ ബൗണ്ട് ബൈ സ്നോ, അതായത് ഹില്ലി ആയിട്ടുള്ള ഏരിയ സ്നോ കൊണ്ട് മൂടിയിരിക്കുന്ന ഏരിയാസ് ആണെങ്കിൽ അവിടെയും ഈ മാക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7% ഓർ 1 in 15 ആണ്. ഇനി ഹില്ലി ടെറൈൻ നോട്ട് ബൗണ്ട് ബൈ സ്നോ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വാല്യൂ ആണ് ഈ മാക്സിന് കൊടുക്കുന്നത്, ദാറ്റ് ഇസ് 10%. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലെയിൻ റോഡിലെ മാക്സിമം സൂപ്പർ എലിവേഷൻ ആണ്. സോ പ്ലെയിൻ റോഡ് ആണെങ്കിൽ വാല്യൂ 7% അല്ലെങ്കിൽ 1 in 15. So that is option B. Question. 1:1:2 mix of concrete is designated as M15, M20, M25, M30. So നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഓരോ ഡിസൈൻ മിക്സിനും ഓരോ പേരുകളാണുള്ളത്, അല്ലെങ്കിൽ ഓരോ ഗ്രേഡുകളായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ടേബിൾ പ്രകാരം ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനും ഓരോ റേഷ്യോ ഓഫ് കോൺക്രീറ്റ് മിക്സ് ഉണ്ട്. സോ 1:1:2 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോൺക്രീറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് M25. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 mile is equal to dash feet. So option A 1609 and option B 1760, option C 3281, option D 5280. So unit conversion ആണ് 1 mile is equal to 5280 feet ആണ്. So option D ആണ് answer. Next question. Ratio of the annual profit to the annual cost in irrigation project is option A B/C ratio, option B duty, option C delta, option D CCA. അപ്പോൾ ഓരോ B/C ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് benefit by cost ratio എന്നാണ്. So benefit by cost ratio is obtained by dividing gross returns with total expenditure incurred. So profit by cost അത് തന്നെയാണ് B/C ratio. So ഇവിടെ ഉത്തരം നമ്മുടെ ഓപ്ഷൻ A ആണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷനും എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 meter cubes per second ഓഫ് ഡിസ്ചാർജിൽ വാട്ടർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര ഏരിയ ആ ഡിസ്ചാർജിന് ഇറിഗേറ്റ് ചെയ്യുവാൻ പറ്റും ഫോർ എ ബേസ് പീരീഡ്, അതിനെയാണ് ഡ്യൂട്ടി എന്ന് വിളിക്കുക.
സോ ഡ്യൂട്ടി മെഷർ ചെയ്യുന്നത് ഏരിയ തന്നെയാണ്, ഇൻ ഹെക്ടേഴ്സ് ആണ്. ഇനി ഡെൽറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻറ്റയർ ബേസ് പീരീഡിൽ ഒരു ക്രോപ്പിന് എത്ര ഡെപ്ത് ഓഫ് വാട്ടർ മൊത്തം ആവശ്യമായി വരും, അതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്താണെന്ന് പറയാം. ഗ്രോസ് കമാൻഡഡ് ഏരിയ ഷോർട്ട് ഫോമിൽ GCA. ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ എത്രത്തോളം ഭാഗം നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്. സോ എല്ലായിടത്തും ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ അവിടെ എല്ലായിടത്തും കൾട്ടിവേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ഗ്രോസ് കമാൻഡഡ് ഏരിയയിലെ ഒരു ഭാഗം കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിനെയാണ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ അല്ലെങ്കിൽ CCA എന്ന് പറയുന്നത്.